വെൽക്കം ബാക്ക് ടു ഡ്രീം ബിയോണ്ട് ഇൻഫിനിറ്റി. കുറച്ച് ദിവസമല്ലേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഞാൻ വേഗം അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ക്ലാസ്സിലോട്ട് വന്നപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. പിന്നെന്താ, ഞാൻ എന്നും ചോദിക്കുന്ന പോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഞാൻ നിന്നു എന്നൊക്കെ അറിഞ്ഞപ്പോൾ നിങ്ങളുടെ ഒരുപാട് സന്തോഷമൊക്കെ എന്നെ അറിയിച്ചു. ശരിക്കും അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ലൈഫിൽ നിൽക്കണം എന്നൊന്നും ഒരുപാട് ആഗ്രഹിച്ച ഒരാളൊന്നും അല്ല ഞാൻ. എങ്കിലും നിങ്ങളുടെ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒത്തിരി സ്നേഹം, ഒത്തിരി സന്തോഷം. ഇന്നൊരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇന്നത്തെ കഥ എന്നും എന്തായി കഥ എന്നിങ്ങനെ വിചാരിക്കില്ല കേട്ടോ. കാരണം കഥകളിലൊക്കെ ഒരുപാട് മെസ്സേജ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മെസ്സേജ് കൺവേ ചെയ്യാൻ കഥകളാണ് നല്ലതെന്ന് തോന്നിയതുകൊണ്ടാണ് കഥകൾ തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്ന് നോക്കാം. ഒരിടത്ത് ഒരു മുനിവര്യൻ താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം എന്നും രാവിലെ പുലർച്ചെ എഴുന്നേറ്റിട്ട് ഒരു പുഴക്കരയിൽ പോകുമ്പോൾ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുകയും ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുകയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പോയപ്പം ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരന് ഒരു സ്ത്രീയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മുനിവര്യനാകെ ദേഷ്യമായി. ഇത് എന്ത് സംഭവം, ഇത്രയും പബ്ലിക്കായിട്ട് ഒരു സ്ത്രീയുടെ മടിയിലൊക്കെ തലവെച്ചാണോ അയാൾ കിടക്കുന്നതെന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. അതുമാത്രമല്ല, ഈ ചെറുപ്പക്കാരൻ്റെ അടുത്തൊരു ഒഴിഞ്ഞ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. ഇതെന്തായി കാണിക്കണമെന്നൊക്കെ ആയി അദ്ദേഹം. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. ഒരു മനുഷ്യൻ പുഴയിൽ വീണിട്ട് രക്ഷിക്കണേന്ന് പറഞ്ഞ് കരയുന്ന ശബ്ദമായിരുന്നു അത്. ഈ മുനിവര്യൻ അവിടെ ഓടിയെത്തുന്നതിന് മുമ്പേ നമ്മളുടെ ചെറുപ്പക്കാരന് പുഴയിൽ ചാടിയിട്ട് അദ്ദേഹത്തെ പുഴയിൽ വീണ ആളെ രക്ഷിച്ചു. ഇത് കണ്ടപ്പോൾ മുനിക്കാകെ സംശയമായി. ഇത്രയും മോശം മനുഷ്യനെ ഇങ്ങനെ ഒരാളെ രക്ഷിക്കുമോ, എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് അയാൾ ആ ചെറുപ്പക്കാരനോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴാണ് മുനിക്ക് കാര്യം മനസ്സിലായത്. ഈ ചെറുപ്പക്കാരനൊരു മത്സ്യത്തൊഴിലാളിയാണ്. കുറേ ദിവസത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വന്നതാണ്. ആ സന്തോഷത്തിൽ അമ്മ ഓടി വന്നപ്പോൾ അമ്മയെ കണ്ട സന്തോഷത്തിൽ അദ്ദേഹം അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നതാണ്. അതുമാത്രമല്ല, അപ്പോൾ ഈ മുനിവര്യൻ ചോദിച്ചു, ഇതെന്താ ഒരു മദ്യക്കുപ്പി ചോദിച്ചു. അത് മദ്യക്കുപ്പിയാണ്, പക്ഷെ അത് ഒഴിഞ്ഞതാണ്. അമ്മ പെട്ടെന്ന് വെള്ളം കൊണ്ടുവരാൻ വേറെ ബോട്ടിലൊന്നും കാണാത്തത് കൊണ്ട് അതിലെടുത്ത് കൊണ്ട് വന്നതാണെന്നും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു. അപ്പോൾ മുനിക്കാകെ കുറ്റബോധമായി. കാരണം ഒരാളെങ്ങനെ കാര്യം അറിയാതെ തെറ്റിദ്ധരിച്ചില്ലേ. എനിക്ക് തോന്നുന്നു മുനി ചെയ്ത പോലെ നമ്മളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ ഒരാളെ ജഡ്ജ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരാളെ പാസ്റ്റ് അറിയാതെ, അല്ലെങ്കിൽ അയാൾ കടന്നു വരുന്ന സാഹചര്യങ്ങൾ അറിയാതെ, അവർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അറിയാതെയൊക്കെ നമ്മൾ ജഡ്ജ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം നമ്മൾ ഒരാളെ അറിഞ്ഞിട്ട് മാത്രമേ അയാളെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടുള്ളൂ, അയാളെ ജഡ്ജ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ഇപ്പം നമ്മളെക്കുറിച്ച് ഒരാൾ മോശമായി വിചാരിക്കുമ്പോൾ നമുക്ക് എത്ര സങ്കടമായിരിക്കും. അപ്പം നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ് അവരും. അപ്പോൾ അവരുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അവർ കടന്നു വന്ന സിറ്റുവേഷൻസൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ ശ്രമിക്കുക. അതുമാത്രമല്ല, നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആണെന്ന് കരുതി നമ്മൾ കൂടെ കൂട്ടുന്ന ആളുകളായിരിക്കും ചിലപ്പം ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു നോട്ടത്തിലോ കുറച്ച് സമയത്തെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസ് വെച്ചിട്ടോ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആരും അത് ചെയ്യാതിരിക്കുക. പിന്നെന്താണ്, കുഞ്ഞു വീഡിയോയാണ്, കുഞ്ഞു കഥയാണ്. നിങ്ങൾക്ക് മെസ്സേജ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പോയിക്കോട്ടെ. അതിനു മുമ്പ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്നെ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടാറ്റ.